ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്ക്രാപ്പ് ഷോപ്പിലാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. പുതിയ മോട്ടറും കാര്യങ്ങളൊക്കെ മാറ്റാൻ ഒത്തിരി ചിലവ് വരുന്നതുകൊണ്ടാണ് സ്ക്രാപ്പിൽ നിന്ന് ഒരു മോട്ടർ എടുക്കാൻ കരുതിയത്. LGയുടെ സെയിം മോഡലിലുള്ള ഒരു വാഷിംഗ് മെഷീനാണ് എൻ്റെ സുഹൃത്തിനുള്ളത്. അപ്പോൾ അത് ഞാനിപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് സർവീസിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതിന് നമുക്ക് മോട്ടറും അതിൻ്റെ മറ്റ് പാർട്സുകളൊക്കെ അഴിച്ചെടുത്തിട്ട് നമുക്ക് അവൻ്റെ വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്ത് കൊടുക്കണം. ഈ കാണുന്നതാണ് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കേടായി കിടന്ന വാഷിംഗ് മെഷീൻ. ഇതിലേക്ക് വേണം നമ്മൾ സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മെഷീനിൽ നിന്ന് മോട്ടറോ എന്താണ് ഇതിന് വേണ്ടത് അതൊക്കെ പാർട്സ് ഇതിലേക്ക് അഴിച്ചെടുത്ത് നമുക്ക് നന്നാക്കി എടുക്കാൻ. ആക്രി ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വാഷിംഗ് മെഷീൻ്റെ മോട്ടറിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി ഒക്കെ നമ്മൾ അവിടെ നിന്ന് തന്നെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നു. അത് വർക്കിംഗ് ആണെന്നുള്ളൊരു ഉറപ്പിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിനി ഈ മെഷീൻ്റെ സ്ക്രൂസൊക്കെ അഴിച്ചെടുക്കാം. ബോഡി മോട്ടറൊക്കെ സെപ്പറേറ്റ് ആക്കാം. ഇത് LGയുടെ 6.2 കപ്പാസിറ്റിയുള്ള ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ്. സെയിം നമ്പറിലുള്ള വാഷിംഗ് മെഷീൻ തന്നെയാണ് നമുക്ക് സ്ക്രാപ്പ് ഷോപ്പിൽ നിന്നും കിട്ടിയത്. ചില സ്ക്രൂ ഒക്കെ വെള്ളം നനഞ്ഞ് നല്ല തുരുമ്പുള്ളതുകൊണ്ട് നമുക്ക് സോൾഡറിങ് അയൺ വെച്ചിട്ട് സ്ക്രൂ ചൂടാക്കിയിട്ട് വേണം ഊരിയെടുക്കാൻ. ബാക്ക് കവർ അഴിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ കാണുന്ന ഡ്രയർ മോട്ടറൊക്കെ നല്ല വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പായത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം. അപ്പോൾ നമുക്ക് ഇത് മൊത്തം അഴിച്ചെടുക്കണം. ഇതിൻ്റെ ഫുൾ ബോഡിയും പാനലും എല്ലാം സെപ്പറേറ്റ് ആക്കണം. ഈ മെഷീൻ്റെ ബോഡിയിലുള്ള ഒരുവിധം സ്ക്രൂസൊക്കെ തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ട് തുരുമ്പെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ചൂടാക്കിയിട്ട് അതിൻ്റെ സ്ക്രൂസൊക്കെ നമുക്ക് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് തെക്കിയെടുക്കാവുന്നേ ഉള്ളൂ. പാനൽ അഴിച്ചിട്ടുണ്ട്. പാനലിൽ നമുക്ക് അതിൻ്റെ ഡ്രയറിൻ്റെ മോട്ടറിൻ്റെയൊക്കെ കൺട്രോൾ സ്വിച്ചിനൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതും നമുക്ക് മറ്റേ മെഷീൻ ഊരിയെടുക്കണം. ഇനി നമുക്കിതിൻ്റെ ക്ലിപ്പൊക്കെ അഴിച്ചെടുക്കാം. പ്രസ് ചെയ്ത് അഴിച്ചെടുക്കുന്ന ടൈപ്പ് ക്ലിപ്പാണ് ഇതിലുള്ളത്. ഇത് ആർക്കും ഊരിയെടുത്ത് സ്വന്തം വീണ്ടും അതിൽ കണക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഒരു ടൈപ്പ് ക്ലിപ്പ് വേറെ വരുന്നില്ല, എല്ലാം സെപ്പറേറ്റ് ടൈപ്പുള്ള ക്ലിപ്പാണ്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഡ്രയറിൻ്റെ സ്വിച്ചിലേക്കുള്ള വയറൊക്കെ ഒന്ന് അഴിച്ച് മൊത്തത്തിൽ നമുക്കിതിനെ വേർപ്പെടുത്തിയെടുക്കണം. വലത്തെ കയ്യിൽ ഫോണും പിടിച്ച് ഇടത്തെ കൈയുടെ സ്ക്രൂ അഴിക്കാൻ നോക്കിയതാൽ ഇങ്ങനെ ഉണ്ടാവും. ഇനി നമുക്ക് മെഷീൻ്റെ മോട്ടർ വരുന്ന ഭാഗവും മേലെയുള്ള ഡ്രയറും ഡ്രമ്മും വരുന്ന ഭാഗവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അതിനടി ഭാഗത്തു നിന്നാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മറിച്ചിട്ട് അതിലുള്ള ചുറ്റുമുള്ള സ്ക്രൂ ഒക്കെ ഒന്ന് അഴിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ എല്ലാ സ്ക്രൂസും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോഡി സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ കാണുന്ന ഡ്രയർ മോട്ടറും അതിൻ്റെ മേലുള്ള ഡ്രയർ ഡ്രമ്മും തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വെള്ളം ഇറങ്ങി ഇതിൻ്റെ വൈൻഡിങ് ഒക്കെ പോയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ മറ്റേ മെഷീനിലുള്ള മോട്ടർ ചെക്ക് ചെയ്തിട്ട് അത് ഓക്കെ ആണ്. ആ മോട്ടർ നമുക്ക് റീപ്ലേസ് ചെയ്യണം. നമുക്ക് ആദ്യം ഈ മോട്ടർ അഴിച്ചെടുക്കാം. ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായിട്ട് ഒത്തിരി ടൈറ്റൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് പുതിയൊരു മെഷീൻ വാങ്ങാനോ അല്ലെങ്കിൽ ഓവറായിട്ട് സർവീസ് ചാർജ് വരുന്ന നിലയിൽ മോട്ടറൊക്കെ മാറ്റുമ്പോൾ ഒത്തിരി പൈസ വരുന്നത് താങ്ങാൻ പറ്റാത്തതുകൊണ്ടോ നന്നാക്കാതെ വെച്ചിരിക്കുന്ന ഒരുപാട് വാഷിംഗ് മെഷീനൊക്കെ ഉള്ള വീടുകളുണ്ട്. ചിലപ്പോൾ ഡ്രയർ മാത്രം ഒഴിവാക്കി ചിലപ്പോൾ വാഷിംഗ് മാത്രം വർക്ക് ചെയ്യുന്ന മെഷീൻ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്വന്തം നിലയിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത് നല്ല പരിചയമുള്ള ടെക്നീഷ്യന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുപോയി മോട്ടർ കൊടുത്താൽ അവരത് മാറ്റിയിട്ട് തരും. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെയൊരു വീഡിയോ ഇട്ടേക്കുന്നത്. ആക്രി ഷോപ്പിൽ നമ്മൾ ഇതുപോലുള്ള സ്പെയർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മളെ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സർവീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുമായ മെഷീൻ്റെ മോഡൽ നമ്പറും കമ്പനിയുടെ പേരും നമ്മൾ നോട്ട് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകണം. അതേ സെയിം സാധനം തന്നെ വേണം നമുക്ക് തിരഞ്ഞിട്ടെടുക്കാൻ. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണം. കാരണം മോട്ടോർ വൈൻഡിങ് ഒക്കെ പോയതാണോ, നമുക്ക് വേണ്ട പാർട്സ് അതിൽ നല്ലതാണോ എന്ന് അറിയാൻ ജസ്റ്റ് ഒരു മൾട്ടിമീറ്ററോടെ കൈക്കരുന്നത് നല്ലതായിരിക്കും. നമുക്കിനി സ്ക്രാപ്പ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന വാഷിംഗ് മെഷീനിൽ നിന്നും നമുക്ക് ഡ്രയർ മോട്ടർ അഴിച്ചെടുക്കണം. അതിൻ്റെ പാനലിൽ വരുന്ന സ്വിച്ചുകൾ അഴിച്ചെടുക്കണം, കൺട്രോൾ സ്വിച്ചുകൾ അഴിച്ചെടുക്കണം. നമുക്കിതിൽ ഏതൊക്കെയാണോ നമുക്ക് നല്ല പാർട്സ് ഉള്ളത് അതൊക്കെ നമുക്ക് മറ്റേ വാഷിംഗ് മെഷീനിലേക്ക് എടുത്ത് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മളിത് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലുള്ള ഡ്രയർ മോട്ടർ ചെക്ക് ചെയ്യാവുന്ന. ഇതിൻ്റെ മോട്ടർ നല്ല കണ്ടീഷനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി ഈ മോട്ടർ അഴിച്ചെടുത്ത് മറ്റേ വാഷിംഗ് മെഷീനിൽ ഫിക്സ് ചെയ്യണം. വാഷിങ്ങിൻ്റെ സെൽട്ടർ സ്വിച്ചിൻ്റെയൊക്കെ അവസ്ഥ ഇതായിരുന്നു.
അത് നമ്മൾ സ്ക്രാപ്പിൽ നിന്ന് എടുത്തതിൻ്റെ സ്വിച്ച് നല്ല സ്വിച്ചാണ്. അപ്പോൾ നമുക്കത് എടുത്ത് ഫിക്സ് ചെയ്യണം. വയർ ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ പിരിച്ചെടുത്തിട്ട് സോൾഡർ ചെയ്ത് അതിൻ്റെ പുറത്ത് ഇൻസുലേഷൻ ചുറ്റുമാണ് ചെയ്തത്. പിന്നെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നല്ല രീതിയിൽ തന്നെ അതിൽ സേഫായിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. വാഷിങ്ങിൻ്റെ സെൽഫ് സ്വിച്ച് മാറ്റിയതോടെ അതിലുണ്ടായിരുന്ന വാഷിങ്ങിൻ്റെ മോട്ടറും നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുണ്ട്. മോട്ടറിന് വേറെ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡ്രയർ മോട്ടറും വാഷിങ്ങിൻ്റെ സെൽഫ് സ്വിച്ചും മാത്രമേ മാറ്റേണ്ടി വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് സ്ക്രാപ്പിൽ നിന്ന് കിട്ടിയ മോട്ടർ എടുത്തിട്ട് നമുക്ക് നമ്മുടെ സുഹൃത്തിൻ്റെ മെഷീനിലേക്ക് ഫിക്സ് ചെയ്യാം. കേരളത്തിലുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ ആക്രി കടകളിൽ വന്ന് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാഷിംഗ് മെഷീന് പറ്റിയ ഏതാണോ സ്പെയർ വേണ്ടത് ആ സ്പെയർ നമ്മൾ ആ സ്ക്രാപ്പ് ഷോപ്പിൽ ചെന്നിട്ട് നമുക്കത് മാത്രം മതിയെങ്കിൽ അവരോട് പറയുക, നമുക്ക് മോട്ടർ വേണമെങ്കിൽ മോട്ടറോ അല്ലെങ്കിൽ അതിൻ്റെ സ്വിച്ച് വേണമെങ്കിൽ സ്വിച്ചോ അത് മാത്രമായിട്ട് വേണം നമ്മൾ ചോദിച്ചു നോക്കുക. അപ്പോൾ ചിലപ്പോൾ അവരങ്ങനെയും നമുക്ക് തരാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് വാങ്ങാമെന്നുള്ളത് മാത്രമാണ് നമുക്ക് കഴിയുക. ജസ്റ്റ് ഒരു മൾട്ടിമീറ്ററോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മോട്ടർ അവിടെ നിന്ന് വർക്ക് ചെയ്ത് നോക്കാൻ കഴിയുന്ന ഒരാളാണെങ്കിൽ ജസ്റ്റ് ആ മോട്ടർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. ഡ്രൈ ഡ്രം അഴിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ മോട്ടറുമായിട്ട് കണക്റ്റ് ആവുന്ന ഭാഗത്ത് നല്ല തുരുമ്പുണ്ട്. അവിടെ നൂലൊക്കെ ചുറ്റി കിടക്കുകയായിരുന്നു. അത് നമ്മൾ WD-40 ഇട്ട് ക്ലീൻ ചെയ്ത് അതിൽ വാഷറൊക്കെ സെറ്റാക്കി ലീക്കില്ലാത്ത രീതിയിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രമ്മിനെ മോട്ടറിൻ്റെ മേലേക്ക് ഫിക്സ് ചെയ്യാം. അങ്ങനെ നമ്മൾ ബോഡി മോട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഡ്രെയിൻ സെലക്ടറിൻ്റെയും പിന്നെ നമുക്ക് ഡ്രയറിൻ്റെ മോട്ടറിൻ്റെ ബ്രേക്കും ഒക്കെ വരുന്ന കേബിളുണ്ട്. അതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തിടണം. അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. വാഷിംഗ് ഡ്രം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡ്രയറിൻ്റെ ക്യാപ്പ് പൊക്കിയാൽ ഇത് ഓഫ് ആവുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല ആ വർക്ക് ചെയ്യുന്നത്. എന്നാലും നമുക്കൊന്ന് പെട്ടെന്ന് പൊക്കി നോക്കാം. അതൊന്ന് കറങ്ങുന്നത് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിത് വലിയ ചിലവില്ലാതെ നമ്മളിത് റീകണ്ടീഷൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് സ്ക്രാപ്പ് ഷോപ്പിൽ വെറും 400 രൂപ മാത്രമേ ചിലവ് വന്നിട്ടുള്ളൂ. അങ്ങനെ വെറും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് നമ്മളെ വീട്ടിലിരിക്കുന്ന വാഷിംഗ് മെഷീനൊക്കെ നന്നാക്കിയെടുക്കാം. ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഇനിയൊരു തകർപ്പൻ റീസ്റ്റോറേഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുമുട്ടുന്നത്. പാനസോണിക്കിൻ്റെ ഒരു അടിപൊളി സെറ്റിൻ്റെ ഒരു റീസ്റ്റോറേഷൻ വർക്കുമായിട്ടാണ് നമ്മൾ വീണ്ടും വരുന്നത്. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.